ഹായ് ഗായ്സ്, എൻ്റെ ഫസ്റ്റ് ബിസിനസ് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിന് ശേഷം എനിക്ക് കിട്ടുന്ന ആ പ്രോഫിറ്റിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കൊരു ഡ്രസ്സ് എടുക്കുക. ഇതാണ് മെയിൻ ചെയ്യുന്നത്. അച്ഛനും അമ്മയും നല്ല രീതിയിൽ നോക്കുക. ഇതാണ് ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു കടയിൽ തന്നെ പോകുന്നത്. അവിടെ പോയി ഐറ്റംസ് വാങ്ങിച്ചിട്ട് വരട്ടെ, വന്നിട്ട് വീഡിയോ ഇതും കാണിക്കും. അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര റഷാണ്, ഓണം സീസൺ ആയതുകൊണ്ട്. അപ്പം അതിനനുസരിച്ചുള്ളൊരിത് എടുക്കാം. ഹായ് ഗായ്സ്, അപ്പം ഞങ്ങൾ ചെറിയൊരു പർച്ചേസ് ചെയ്തായിരുന്നു. ഓണമായിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വാങ്ങിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെയ്ത ബിസിനസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് വെച്ച് അമ്മയ്ക്കും അച്ഛനും 2 ഡ്രസ്സ് എടുത്തു. അതാണ്. അപ്പം ഞാനും ദേവാജുവും കൂടെ പോയാണ് സെലക്ട് ചെയ്തത്. ഇപ്പം വന്നു, അകത്ത് അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. 2 പേരും അകത്തുണ്ട്. നമുക്കപ്പം അമ്മച്ചി ദേവാജു കൊണ്ട് കൊടുക്കുന്നു. സർപ്രൈസ്. എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കുക വെച്ച് എടുക്കട്ടെ. അയ്യോ പിന്നെന്താ എന്തുവാ അപ്പച്ചി കൊടുപ്പ്? ഇതോ, ഇത് അമ്പക്കൈക്ക്. ഇതെന്തുവാ? സാധനം മേടിച്ചോ? നടന്നല്ല, നമ്മൾ സ്കൂട്ടറിന് പോയിട്ട് അവിടെ നിന്ന് നടന്നല്ലേ പോയത്. എന്നാ ഇത് അമ്പക്കൈക്ക്. നോക്കട്ടെ. സാരിയോ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണം പറ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഞാനിപ്പോൾ അച്ഛനെ വാങ്ങിച്ച ഷർട്ടും ഇതും കൂടെ അച്ഛന് കൊടുക്കാൻ പോവാം. അച്ഛൻ്റെ റിയാക്ഷൻ ഒന്ന് നോക്കട്ടെ. എന്തോ നോക്ക്. Thank you. ഷർട്ട് എങ്ങനെ ഉണ്ട്? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. ഹാപ്പി ഓണം. ക്രിസ്മസ് അല്ല, ഹാപ്പി ഓണം മാത്രമേ ഉള്ളൂ. ദേവാജുവിന് ഞങ്ങൾ ചെരുപ്പ് എടുത്തു, പിന്നെ 1 ഷർട്ടും മുണ്ടും എടുത്തു. അത് ഞങ്ങൾ ചോറൂണിന്, കുഞ്ഞിൻ്റെ ചോറൂണിന് എടുത്തിട്ടു അല്ലേ ബാബുജി? കുഞ്ഞാവയുടെ ഉണ്ട്, നമുക്കത് പിന്നീട് എടുക്കാം അല്ലേ ബാബുജി? ഇപ്പം 3ാമത്തെ പ്രാവശ്യം ആണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഇതിൽ നിന്ന് ഐറ്റംസ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അപ്പം എൻ്റെ ശ്രീരാമനോടും കൈലാസനാഥനോടും ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദി. എന്താ പറയണ്ടേ, പലർക്കും ഓരോന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ഇല്ലാത്ത കാശുണ്ടാക്കി. പക്ഷെ ആ നന്ദിയൊന്നും കാണിച്ചിട്ടില്ല. അതിനെക്കാട്ടും നല്ലത് ഗണപതി ചെയ്തതുപോലെ, ഗണപതി ഭഗവാൻ ചെയ്തതുപോലെ 3 ലോകവും ചുറ്റി വരാൻ പറഞ്ഞപ്പോൾ അച്ഛനെയും അമ്മയും വലമ്പിച്ചില്ലേ, അതാണ് ഏറ്റവും നല്ലത്. അച്ഛനും അമ്മയും മനസ്സിലാക്കുന്നതിൻ്റെ അത്രയും മക്കളെ ആരും മനസ്സിലാക്കത്തില്ല, ഒരു മനുഷ്യർ പോലും മനസ്സിലാക്കത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കാനുള്ളൊരു ഇതില്ല, അതുകൊണ്ട് ഓണം ആഘോഷിച്ചില്ല. പക്ഷേ
എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് പുതിയ ഒരു ആദ്യത്തെ ഓണമാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചെയ്യണമെന്ന് എനിക്ക് ആദ്യമേ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണ്.